ഫ്രോസൺ ഷോൾഡർ അഥവാ നമ്മൾ പറയുന്ന രീതിയിൽ അഡസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയും. അത് നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ ചുറ്റുമുള്ള ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിംഗ് ചെറുതായിട്ട് നമ്മൾ പ്രായം കൂടുതൽ അല്ലെങ്കിൽ ദിവസം തോറും ആ ക്യാപ്സ്യൂൾ അഥവാ സൈനോവൽ ആ കവറിംഗ് പറയുന്നത് ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂൾ ചെറുതായി നമ്മുടെ ഷോൾഡറിലേക്ക് വേദനയും ഷോൾഡറിന്റെ ചലനശേഷിയും ക്രമാതീതമായി കുറയുന്നതിനാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അഡസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. ഫ്രോസൺ ഷോൾഡർ സാധാരണഗതിയിൽ ഞാൻ കാണുന്നത് വെച്ചിട്ട് കൂടുതലായിട്ടും സ്ത്രീകൾക്ക്, അതായത് 40 തൊട്ട് 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ വരാനുള്ള ചാൻസ്. സ്ത്രീകളിൽ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അറൌണ്ട് 1.6:1 എന്ന റേഷ്യോയിലാണ് സ്ത്രീകൾക്ക് വരുന്നത്. പിന്നെ അത് വരുന്നത് നമ്മുടെ സിസ്റ്റമിക് ആയ അസുഖം, അതായത് ഡയബറ്റിക് അല്ലെങ്കിൽ തൈറോയിഡ് അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹൈപ്പർ അഡ്രിനാലിസം, അല്ലാന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള പ്രായമായ വ്യക്തികൾക്കും ഇത് വരാനുള്ള ചാൻസ് ആണ്. പിന്നെ മൂന്നാമതായിട്ട് അത് വരുന്നത് നമ്മുടെ ഷോൾഡറുകളിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് കൂടുതൽ നാളത്തേക്ക് ആ കൈ അനക്കാതെ വെക്കുക, അല്ലെങ്കിൽ അവിടുത്തെ എല്ലൊടിഞ്ഞിട്ട് ആ കൈ അനക്കാതെ വെക്കുക, അങ്ങനെയുള്ള ഗതികളിലും ഈ ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്രോസൺ ഷോൾഡർ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഷോൾഡറിന് ചുറ്റുമുള്ള കവറിംഗ് ഉണ്ട്. ആ കവർ ക്യാപ്സ്യൂൾ, അതിന് പുറത്ത് ഫൈബ്രസ് ലെയറും അകത്ത് സൈനോവിയൽ മെംബ്രെയിനും ഉണ്ട്. ഈ ഫൈബ്രസ് ലെയറിൽ ഫസ്റ്റ് ആദ്യം ഇൻഫ്ലമേഷൻ വരും. ഞാൻ ഈ നേരത്തെ മുൻ പറഞ്ഞ കാരണങ്ങളാൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് അതിനുശേഷം അത് ഫൈബ്രോസിസ് വരും, അതിനുശേഷം അത് തിക്കനിങ് വരും. ഈ ഓരോരോ സ്റ്റേജ് അനുസരിച്ച് വരുമ്പോഴാണ് ഈ ഫ്രോസൺ ഷോൾഡർ വരുന്നത്. അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വേദന വരുമ്പോൾ ഈ കൈ അനക്കാണ്ട് വെക്കുക, അല്ലെങ്കിൽ ഈ കൈ ഉപയോഗിക്കാണ്ട് വെക്കുക, അങ്ങനെ വരുമ്പോഴാണ് ഇത് അഗ്രവേറ്റ് ചെയ്യുക. പിന്നെയുള്ള വേറെ കാരണങ്ങൾ, അഗ്രവേറ്റ് ചെയ്യാനുള്ള വേറെ കാരണം വെച്ചാൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാണ്ട് വെക്കുക, അല്ലെങ്കിൽ തൈറോയിഡിന്റെ മരുന്നുകൾ കഴിക്കാണ്ട് വെക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം അത് ഉണങ്ങിയതിനു ശേഷം കൈ അനക്കാണ്ട് വെക്കുക, വേദന സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൈ അനക്കാണ്ട് എക്സസൈസ് ഇല്ലാണ്ട് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഫ്രോസൺ ഷോൾഡർ അഗ്രവേറ്റ് ചെയ്യുന്നത്. ഫ്രോസൺ ഷോൾഡർ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു 4 സ്റ്റേജിലായിട്ടാണ് പറയുന്നത്. ഫ്രോസൺ ഷോൾഡർ ഫസ്റ്റ് പ്രീ ഫ്രീസിങ് സ്റ്റേജ് ഉണ്ട്, പിന്നെ ഫ്രീസിങ് സ്റ്റേജ് ഉണ്ട്, പിന്നെ ഫ്രോസൺ സ്റ്റേജ് ഉണ്ട്, പിന്നെ തോയിങ് സ്റ്റേജ് ഉണ്ട്. ഈ പ്രീ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 0 to 3 months, ഈ 0 to 3 months ആണ് പ്രീ ഫ്രീസിങ് സ്റ്റേജ്. അവിടെ നമുക്ക് ചെറുതായിട്ട് ഷോൾഡർ ജോയിന്റിൽ വേദനയും അതായത് നമ്മുടെ കൈ പുറത്തേക്ക് തിരിക്കാനുള്ള ചലനശേഷിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഫ്രീസിങ് സ്റ്റേജ്. ഇതിൽ നമുക്ക് നമ്മുടെ വേദന ചെറുതായിട്ട് കൂടുകയും കൈകളുടെ മൂവ്മെന്റ്, അതായത് പുറത്തേക്കുള്ളതും മാത്രമല്ല അകത്തേക്കുള്ളതും ഫ്രണ്ടിലേക്ക് മടക്കുന്നതും ബാക്കിലേക്ക് മടക്കുന്നതുമായ ചലനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും. മൂന്നാമത്തെയാണ് ഫ്രീസിങ് സ്റ്റേജ്. അത് ഒരു 9 മുതൽ 12 മാസം വരെ ഉണ്ടാവുന്നതാണ് ഫ്രീസിങ് സ്റ്റേജ്. അപ്പോൾ നമ്മുടെ കൈകളിലെ വേദന തീവ്രമാവുകയും നമ്മുടെ ചലനശേഷി കുറഞ്ഞ് അതിനുശേഷം പയ്യെ വേദന കുറഞ്ഞു വരികയും ചെയ്യും. അതായത് 12 മാസത്തിന് ശേഷം പയ്യെ കുറഞ്ഞു വരും. ആ സ്റ്റേജിനെ പറയുന്നതാണ് തോയിങ് സ്റ്റേജ്. അതായത് നമ്മുടെ 12 മുതൽ 24 മാസം വരെയാണ് ഈ സ്റ്റേജ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ഈ വേദന വന്നതിന് ശേഷം പയ്യെ വേദന താനെ കുറയുകയും നമ്മുടെ ചലനശേഷി തിരിച്ച് നമുക്ക് വീണ്ടും വരികയുമാണ് ഈ സ്റ്റേജിൽ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഫ്രോസൺ ഷോൾഡർ തന്നെ മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇതിന്റെ ലോങ് ടേം പത്തോളജിക്കൽ ടൈം ഉള്ളത് കൊണ്ട്, അതായത് 2 കൊല്ലത്തോളമാണ് നമുക്ക് ഇതിന്റെ പത്തോളജിക്കൽ ടൈം പറയുന്നത്. അത്രയും നാള് പേഷ്യന്റിന് വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റ് ഒന്ന് പറയുന്നത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് വേദന സംഹാരികൾ, അതായത് NSAIDs അല്ലെങ്കിൽ അനാൽജസിക്സ് കൊണ്ട് നമുക്ക് അത് ട്രീറ്റ് ചെയ്യാം. രണ്ടാമത്തെ മൊഡാലിറ്റിയാണ് ഫിസിയോതെറാപ്പി. അത് ഈ വേദന കുറഞ്ഞതിന് ശേഷം നമ്മുടെ കൈയിലെ ചലനങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മുടെ ഷോൾഡർ ജോയിന്റിലെ മൂവ്മെന്റുകൾ എല്ലാം കൃത്യമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് കൊടുത്തുകൊണ്ട് ഈ ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെന്റുകൾ ചെയ്യുന്നതും അവിടുത്തെ പേശികളെല്ലാം ശക്തിപ്പെടുത്തുകയും ചെയ്യണം. മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തേക്ക് ഈ വേദന കുറക്കാൻ വേണ്ടി നമ്മുടെ ഷോൾഡർ ജോയിന്റിൽ അകത്തേക്ക് ഇൻട്രാർട്ടിക്കുലർ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നാലാമത്തെ മൊഡാലിറ്റിയാണ് സർജിക്കൽ മൊഡാലിറ്റി. അതിന് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് പേഷ്യന്റിന് വേദന ഇല്ലാത്ത രീതിയിൽ ആ ക്യാപ്സ്യൂളെല്ലാം വലിച്ചു നീട്ടുകയും, അതായത് കൈ ഷോൾഡറിൽ എക്സസൈസ് കൊണ്ട് തന്നെ ക്യാപ്സ്യൂളുകൾ വലിച്ചു നീട്ടാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കീ ഹോൾ വഴി അകത്തേക്ക് ക്യാമറ ഇട്ടിട്ട് നമ്മുടെ ഈ ക്യാപ്സ്യൂളുകൾ വെള്ളം കൊണ്ട് വികസിപ്പിക്കാനും നമുക്ക് സാധിക്കും.
ഇൻ കേസ് നമ്മൾ ഈ പേഷ്യന്റിന് 2 കൊല്ലത്തിന് ശേഷവും അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് നമ്മൾ വേദന സംഹാരം കൊടുത്തിട്ട് വേദനകൾ മാറുന്നില്ല, മൂവ്മെന്റ് ഇമ്പ്രൂവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ട് ഷോൾഡറിൽ റേഞ്ച് ഓഫ് മൂവ്മെന്റ് എക്സസൈസ് കൊടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കീ ഹോൾ സർജറി വഴി ക്യാപ്സുലർ റിലീസ്, ഈ ക്യാപ്സ്യൂൾ ഒട്ടിപ്പിടിച്ചിരുന്ന ക്യാപ്സ്യൂളുകൾ തമ്മിൽ നമുക്ക് റിലീസ് ചെയ്ത് അപ്പൊ തന്നെ ഷോൾഡറിന്റെ മൂവ്മെന്റ് തിരിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കും. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രോസൺ ഷോൾഡർ തന്നെ മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതൊരു 2-2.5-3 കൊല്ലം വരെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ടൈമിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് ഈ കൈ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷോൾഡറിന്റെ ചലനങ്ങൾ വളരെ കുറച്ച് കൂടുതലായി എഫക്ട് ചെയ്യുകയും നമുക്ക് ആ ചലനങ്ങൾ കിട്ടാതെ വരികയും ചെയ്യും. എന്നിരുന്നാലും ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഇത് തന്നെ മാറുകയും ചെയ്യും. ക്യൂറായി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു കൊല്ലം ഇല്ലാന്ന് മാക്സിമം രീതിയിൽ വരുവാണെങ്കിൽ 2 തൊട്ട് 3 കൊല്ലം വരെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. ചെയ്യേണ്ടത് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്ന് വെച്ചാല് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആ ഷോൾഡർ, ആ വേദന ഉണ്ടെങ്കിൽ തന്നെ ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഷോൾഡർ കൈ ഒരിക്കലും അനക്കാതെ വെക്കരുത്. പിന്നെ കൈയിലെ പേശികൾ ശക്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് വെയിറ്റ് റെസിസ്റ്റൻസ് എക്സസൈസുകൾ ചെയ്യണം. പിന്നെ ഫുഡ് കൺട്രോൾ എന്ന് പറയാം, മെയിൻലി ഡയറക്റ്റ് ആയിട്ട് ഒരു എഫക്ട് ഇല്ലെങ്കിലും നമ്മുടെ ഫുഡ് കൺട്രോൾ വഴി നമ്മുടെ ഡയബറ്റീസും നമ്മുടെ തൈറോയിഡും അത് രണ്ടും നമുക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റും. അത് രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഇതിന് നല്ലതായിരിക്കും. ചെയ്യാൻ പാടില്ലാത്ത കാരണം വെച്ചാൽ നമ്മൾ ഓപ്പറേഷന് ശേഷം, അതായത് നമ്മുടെ കൈയിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ കയ്യിൽ എല്ലുകൾ കൊടിഞ്ഞു കഴിഞ്ഞാൽ എത്രയും നമ്മുടെ എല്ലുകൾ കൂടിയ അല്ലെങ്കിൽ ഓപ്പറേഷന്റെ ആ ഒരു പീരീഡ്, അതായത് 2-3 വീക്സിന് ശേഷം നമ്മുടെ എത്രയും വേഗം നമ്മുടെ ഷോൾഡറിലെ മൂവ്മെന്റുകൾ തിരിച്ചു പിടിക്കാനും കുറച്ച് വേദന ഉണ്ടെങ്കിൽ തന്നെ ആ വേദന സഹിച്ചുകൊണ്ട് കുറച്ച് മൂവ്മെന്റുകൾ ചെയ്യാനും ശ്രമിക്കണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് തിരിച്ച് നമ്മുടെ പേശികൾ ശക്തിപ്പെടുത്തി വെയിറ്റ് റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്തുകൊണ്ട് ആ മൂവ്മെന്റ് പൂർണ്ണമായിട്ടും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ ഫ്രോസൺ ഷോൾഡർ നമുക്ക് ഒഴിവാക്കാം. ഫ്രോസൺ ഷോൾഡർ പ്രിവെന്റ് ചെയ്യാൻ പെർസെ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ സിസ്റ്റമിക് എക്സസൈസോ അല്ലെങ്കിൽ നമുക്ക് കാരണങ്ങളില്ലാതെ ഫ്രോസൺ ഷോൾഡർ വരാൻ പ്രോണ ആൾക്കാർക്ക് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, തൈറോയിഡ് കൺട്രോൾ ചെയ്യുക, ഷോൾഡർ എക്സസൈസുകൾ ചെയ്യുക, ഇതൊക്കെ തന്നെയുള്ളൂ.